കോഴിക്കോടിന്റെ തിരക്കേറിയ നഗരക്കാഴ്ചകളിൽ നിന്നും മാറി പശ്ചിമഘട്ട മലനിരകളുടെ പശ്ചാത്തലത്തിൽ പ്രകൃതി കാത്തുവച്ചിരിക്കുന്ന ഒരു വിസ്മയമുണ്ട് കരിയാത്തുംപാറ. വയനാടൻ ചുരങ്ങളുടെ ഹെയർപിൻ വളവുകൾ കയറാതെ തന്നെ ഊട്ടിയുടെയോ കൊടൈക്കനാലിന്റെയോ ഒക്കെ കുളിർമയും ഭംഗിയും ആസ്വദിക്കാൻ പറ്റിയ ഒരിടം വേണമെന്നുണ്ടെങ്കിൽ മലബാറുകാർ ആദ്യം വിരൽ ചൂണ്ടുന്നത് ഈ പ്രകൃതിരമണീയമായ ഗ്രാമത്തിലേക്കായിരിക്കും. അതുകൊണ്ടുതന്നെയാണ് സഞ്ചാരികൾ ഇതിനെ സ്നേഹത്തോടെ മലബാറിന്റെ ഊട്ടി എന്നും കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് എന്നും വിശേഷിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് മാത്രം കൂടുതൽ ജനശ്രദ്ധയാകർഷിച്ച ഈ സുന്ദരഭൂമി ഇന്ന് കേരളത്തിലെ പ്രകൃതിദത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മുൻപന്തിയിലാണ്. ബാലുശ്ശേരിയിൽ നിന്നും കൂരാച്ചുണ്ട് വഴി കക്കയത്തേക്ക് പോകുന്ന പാതയിലാണ് കരിയാത്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. യാത്രയിലുടനീളം ഇരുവശങ്ങളിലും കാണുന്ന കവുങ്ങിൻ തോട്ടങ്ങളും മലയോര ഗ്രാമത്തിന്റെ ശാന്തതയും തന്നെ നമ്മുടെ മനസ്സ് നിറയ്ക്കും. ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ പ്രശസ്തമായ പെരുവണ്ണാമൂഴി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയ അഥവാ ജലസംഭരണിയോട് ചേർന്നുകിടക്കുന്ന പ്രദേശമാണിത്. കക്കയം മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന മലവെള്ളം ഡാമിലേക്ക് എത്തുന്നതിന് തൊട്ടുമുൻപ് പരന്നൊഴുകുന്നത് കരിയാത്തുംപാറയിലൂടെയാണ്. അതുകൊണ്ടുതന്നെ വേനൽക്കാലത്ത് ഇവിടുത്തെ ജലനിരപ്പ് താഴുകയും വെള്ളം ഉൾവലിയുന്ന ഭാഗങ്ങളിൽ കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പച്ചപ്പു നിറഞ്ഞ പുൽമേടുകൾ രൂപപ്പെടുകയും ചെയ്യും. കരിയാത്തുംപാറയിലേക്ക് നമ്മൾ കാൽവെക്കുമ്പോൾ ആദ്യം കണ്ണിലുടക്കുക ഇതേ പുൽത്തകിടികളാണ്. ഇളങ്കാറ്റിൽ ഉലയുന്ന ആ പച്ചപ്പുല്ലിലൂടെ നടക്കുമ്പോൾ തൊട്ടടുത്ത് പാറയിടുക്കുകളിലും തട്ടിത്തടഞ്ഞു ഒഴുകിവരുന്ന ചെറു അരുവികൾ കാണാം. കക്കയം ഡാമിന്റെ താഴ്വരയിലായതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് ഐസ് പോലെയുള്ള തണുപ്പാണ്. തെളിഞ്ഞ സ്ഫടികം പോലെയുള്ള വെള്ളത്തിൽ കാലുകൾ മുക്കി ആ പരന്ന പാറക്കെട്ടുകളിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി വാക്കുകൾക്ക് അതീതമാണ്. വലിയ ആഴമില്ലാത്ത ഇത്തരം സ്വാഭാവിക കുളങ്ങളിൽ നാച്ചുറൽ പൂൾസ് സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീരാടാനും സാധിക്കും. ചില സമയങ്ങളിൽ ഈ പുൽമേടുകളിൽ കുതിരകളും കന്നുകാലികളും സ്വൈര്യമായി മേഞ്ഞു നടക്കുന്നത് കാണാം. ഇത് ഏതെങ്കിലും വിദേശ രാജ്യത്തെ ഒരു ഗ്രാമത്തിലാണോ നമ്മൾ നിൽക്കുന്നത് എന്ന തോന്നൽ സഞ്ചാരികളിൽ ഉണ്ടാക്കും. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരുടെ, പ്രത്യേകിച്ച് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്പോട്ട് കൂടിയാണിത്. സിനിമകൾക്കും മ്യൂസിക് ആൽബങ്ങൾക്കും ഇവിടം സ്ഥിരം ലൊക്കേഷനാണ്. പുലർച്ചെയുള്ള മൂടൽമഞ്ഞും വൈകുന്നേരങ്ങളിലെ അസ്തമയ സൂര്യന്റെ സ്വർണ്ണ വെളിച്ചവും ഇവിടുത്തെ കാഴ്ചകളെ കൂടുതൽ മനോഹരമാക്കുന്നു. കരിയാത്തുംപാറയോട് തൊട്ടുചേർന്നു കിടക്കുന്ന തോണിക്കടവ് ടൂറിസം പ്രൊജക്റ്റും ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. കക്കയം ഹൈഡ്രൽ ടൂറിസത്തിന്റെ ഭാഗമായ ഇവിടെ ഒരു വലിയ വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനു മുകളിൽ കയറിയാൽ ചുറ്റുമുള്ള മലനിരകളുടെയും ശാന്തമായ ജലാശയങ്ങളുടെയും അതിമനോഹരമായ ആകാശദൃശ്യം അഥവാ ഏരിയൽ വ്യൂ കാണാൻ സാധിക്കും. കൂടാതെ പ്രകൃതിഭംഗി ആസ്വദിച്ചുകൊണ്ട് ബോട്ട് യാത്ര നടത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഒരാൾക്ക് വെറും 30 രൂപ പ്രവേശന ഫീസ് നൽകി തോണിക്കടവും കരിയാത്തുംപാറയും ഉൾപ്പെടെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സഞ്ചാരികൾക്ക് ഇവിടെ ചിലവഴിക്കാം. പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ച വനംവകുപ്പിന്റെ കണിശമായ പരിപാലനമാണ് ഈ പ്രദേശത്തെ ഇത്രയും മനോഹരമായും വൃത്തിയായും നിലനിർത്തുന്നത്. വലിയ ആഡംബര ഹോട്ടലുകളോ റെസ്റ്റോറന്റുകളോ ഇല്ലാത്തത് ഇവിടുത്തെ പ്രകൃതിദത്ത ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. എങ്കിലും ചൂടുചായയും നാടൻ പലഹാരങ്ങളും കിട്ടുന്ന ചെറിയ തട്ടുകടകൾ പരിസരത്തുണ്ട്. അവിടുത്തെ ഒരു കട്ടൻ ചായയും കുടിച്ച് കാടേറ്റ് പുൽമേടുകളിൽ ഇരിക്കുന്നത് മനസ്സിന് തരുന്ന സമാധാനം ചെറുതല്ല. ഇവിടെ എത്തുന്നവർക്ക് വസ്ത്രം മാറാനുള്ള വാഷ്റൂം സൗകര്യങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. മഴക്കാലത്ത് ഈ പുൽമേടുകളിൽ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാകും എന്നതിനാലും ഒഴുക്ക് കൂടുമെന്നതിനാലും ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് കരിയാത്തുംപാറ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഉച്ചസമയങ്ങളിൽ കടുത്ത വെയിൽ അനുഭവപ്പെടാറുള്ളതിനാൽ ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷമോ ഇവിടേക്ക് എത്തുന്നതാണ് നല്ലത്. കരിയാത്തുംപാറയോടൊപ്പം തന്നെ മുകളിലേക്ക് യാത്ര ചെയ്താൽ വന്യജീവി സങ്കേതത്തിന് നടുവിലുള്ള കക്കയം ഡാമും പാറയിടുക്കുകളിലൂടെ അതിശക്തമായി പതിക്കുന്ന അതിസാഹസികമായ ഒരു കുഴി വെള്ളച്ചാട്ടവും കാണാം. കഠിനമായ പകലുകളുടെ ക്ഷീണം മാറ്റാനും കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ കുറച്ചു സമയം പ്രകൃതിയോട് ചേർന്ന് ചിലവഴിക്കാനും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും പോക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കൊച്ചു സ്വർഗ്ഗഭൂമിയാണ് കരിയാത്തുംപാറ.